മീഡിയടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഫാസ്ട്രാഗിന്റെ എഫ്പോർട്സ് FZ100 എന്ന് പറഞ്ഞ ഇയർബഡ്സ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫാസ്ട്രാഗ് ബ്രാൻഡിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന നല്ലൊരു ശതമാനം ആൾക്കാർക്കും അറിയാമായിരിക്കും. അവരുടെ 1000 രൂപയ്ക്കുള്ളിൽ വരുന്ന ഒരു ഇയർബഡ്സ് ആണിത്. സോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആപ്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലൊരു ബോക്സിലാണ് നമ്മുടെ ഇയർബഡ്സ് വന്നിട്ടുള്ളത്. ബോക്സിന്റെ ഉള്ളിൽ സാധാരണ പോലെ തന്നെ ഒരു യൂസർ മാനുവല്, ഒരു ചാർജിങ് കേബിള്, 2 പെയർ ഇയർ ടിപ്സ്, പിന്നീട് നമ്മുടെ ഫാസ്ട്രാഗ് എഫ്പോർട്സ് FZ100 എന്ന് പറഞ്ഞ ഈ ഒരു ഇയർബഡ്സും വരുന്നുണ്ട്. ഇനി നമ്മുടെ പ്രൊഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫാസ്ട്രാഗ് എഫ്പോർട്സ് FZ100 എന്ന് പറയുന്ന ഇയർബഡ്സ്. സോ നമ്മൾ ഗ്രീൻ കളർ വേരിയന്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തന്നെ ബ്ലാക്കും വൈറ്റ് വേരിയന്റും അവൈലബിൾ ആണ്. ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് ഇതിനെ കൊടുത്തിട്ടുള്ളത്. കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസും അതുപോലെ തന്നെ അത്യാവശ്യം വെയിറ്റ്ലെസ് ആയിട്ടുമാണ് വന്നിട്ടുള്ളത്. ഫാസ്ട്രാഗിന്റെ ബ്രാൻഡിങ് നമുക്ക് കേസിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമുക്ക് ഇവിടെ ഒരു 3 LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് Type-C ചാർജിങ് പോർട്ടും കാണാൻ വേണ്ടി സാധിക്കും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ഇയർബഡ്സ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഹിഞ്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഹിഞ്ചസ് ഒക്കെയാണ് ഈ കേസിന് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇയർബഡ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലുള്ള ഇയർബഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഊരി പോകുന്ന പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും അങ്ങനെ ആണോ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എനിക്കിത് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഇനി ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് വന്നിട്ടുള്ളത്. 5.3 വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ആയിട്ട് കണക്ട് ആവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ല. സാധാരണ ഉള്ള ബഡ്ജറ്റ് ആയിട്ടുള്ള ഇയർബഡ്സുകളൊക്കെ കണക്ട് ആകുന്ന രീതിയിലൊരു സ്ലോ നമുക്കിവിടെ ഫീൽ ചെയ്യും. ഇയർബഡ്സ് നമ്മൾ കേസിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്മാർട്ട് ഫോണിൽ പോലും കണക്ട് ആവുന്നത്. നമ്മൾ നോർമലി ഒരു പുതിയ സ്മാർട്ട് ഫോണിൽ പെയർ ആക്കാനും ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. അപ്പം 5.3 ആണോന്ന് ചോദിച്ചാൽ 5.3 ആണ്. എങ്കിലും സ്പീഡായിട്ടുള്ളൊരു കണക്ടിവിറ്റി കിട്ടുന്നു എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ലെന്നേ പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. 5.3ക്ക് ഇതിലും കൂടുതൽ പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് ബഡ്ജറ്റ് ആയതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. എങ്കിലും ഒരു 5-6 സെക്കൻഡിനുള്ളിൽ കേസിൽ നിന്ന് നമ്മൾ ഈ ഒരു ഇയർബഡ്സ് പുറത്തെടുത്തതിന് ശേഷം ഒരു 5-6 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ഫോണുമായിട്ടൊക്കെ ഇത് കണക്ട് ആവുന്നുണ്ട്. ഇതിൻ്റെ വയർലെസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് സാധാരണ ചില ബഡ്ജറ്റ് ആയിട്ടുള്ള ഇയർബഡ്സുകൾ കട്ട് ഓഫ് ആകുന്നത് കുറച്ചിടയ്ക്ക് ബ്ലൂടൂത്ത് കട്ട് ഓഫ് ആയി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇതിനകത്തിൽ നിന്ന് ആ ഒരു കട്ട് ഓഫ് ആകുന്ന ഒരു പ്രശ്നമൊന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. ഇനിയും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10mm ഡ്രൈവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഡീസൻ്റ് ആയിട്ടുള്ള ബേസ് നമുക്ക് ഇതിനകത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബേസ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. പക്ഷേ വോളിയത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വീറ്റസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 70% വോളിയമാണ്. അതിന് മുകളിലോട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക്കിൻ്റെ വോക്കൽ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ 70% അല്ലെങ്കിൽ 80% മുകളിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് അനോയിങ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അതേ രീതിയിലുള്ള സൗണ്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. വോക്കൽ ക്ലാരിറ്റി അപ്പോൾ തീരെ നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് 70% ആണ്. ഈ ഒരു 70% വോളിയത്തിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വോക്കൽ ക്ലാരിറ്റിയും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബേസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സൗണ്ട് പെർഫോമൻസ് ഈ ഒരു ഇയർബഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ ലേറ്റൻസി നോക്കുകയാണെങ്കിൽ 40 ms ലോ ലേറ്റൻസിയാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമലി വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും ഞാനിത് റെക്കമെൻഡ് ചെയ്തില്ല. കാരണം നമുക്ക് നോർമൽ ഒരു ഗെയിമിങ്ങിന് പോലും അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റൻസി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ ഗെയിമർ ആണെങ്കിൽ പോലും ഞാൻ സത്യം പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇനിയും ഇതിൻ്റെ കോൾ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മൈക്കാണ് ഒരു ഇയർബഡ്സിൽ വരുന്നത്. അങ്ങനെ ടോട്ടലി 4 മൈക്കുകൾ ഈ ഒരു ഇയർബഡ്സിൽ വരുന്നുണ്ട്. സോ ഇനി എന്തായാലും ഞാൻ നിങ്ങളൊരു ഡെമോ കാണിച്ചു തരാം. ആ ഒരു ഡെമോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ എന്ന് പറയുന്നത് ഫാസ്ട്രാഗ് എഫ്പോർട്സ് FZ100 എന്ന് പറയുന്ന ഇയർബഡ്സ് ഞാനൊരു ഫോണിൽ കണക്ട് ചെയ്തിട്ട് വേറൊരു ഫോണിലേക്ക് കോൾ ചെയ്തിട്ട് ആ ഒരു ഫോണിൽ കോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോ ആണ്. എത്രത്തോളം ഓഡിയോ ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കേട്ടിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കേട്ടത് നമ്മുടെ ഈ ഒരു ഇയർബഡ്സ് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് മറ്റൊരു ഫോണിലേക്ക് കോൾ ചെയ്തിട്ട് ആ ഒരു കോൾ ചെല്ലുന്ന ഫോണിൽ നിന്ന് കേട്ട കോൾ റെക്കോർഡിംഗ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള ഒരു കോൾ ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കും. വലിയ ട്രാഫിക് ഉള്ളിടത്തോ അല്ലെങ്കിൽ വലിയ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉള്ളിടത്തോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതല്ല പറയുന്നത്. അത്യാവശ്യം നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു നോർമൽ ഒരു കോളിങ്ങിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇനിയും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 50 ഹവേഴ്സിൻ്റെ പ്ലേ ടൈം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 മിനിറ്റിൻ്റെ അതായത് ഏകദേശം 2-3 മണിക്കൂർ പ്ലേ ടൈം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് ഒരു 1000 രൂപയ്ക്കുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബേസുള്ള മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. വീഡിയോ കാണാനും ചൂസ് ചെയ്യാം. ഗെയിമിങ്ങിന് വേണ്ടി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. 1000 രൂപയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് ആമസോണിലൂടെയൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഔട്ട്, സിജിൻ ദേവസ്യ.